ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പം ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് കാർഡെന്ന് പറയുന്നത് ദ എംപറർ കാർഡാണ്. അടുത്ത കാർഡെന്ന് പറയുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നെക്സ്റ്റ് കാർഡെന്ന് പറയുന്നത് 7 ഓഫ് സോർഡ്സ് ആണ്. പിന്നെ കിങ് ഓഫ് വാൻസ്, ജഡ്ജ്മെൻറ്റ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് വാൻസ്. അതായത് നിങ്ങളിൽ ചിലരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ജീവിതത്തിൽ കുറേ പാഠങ്ങൾ പഠിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. സോ യു നോ ഹൗ ദ വേൾഡ് വർക്ക്സ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു എന്താ പറയണ്ടേ, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ഭാവം കൂടിയുണ്ട്. ഈവൻ ദോ യു ഹാവ് എക്സ്പീരിയൻസ് റിഗാർഡിങ് ലൈഫ്. പിന്നെ ചിലർക്കെന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ലാണ്ടാണ് പോകുന്നത്. ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. എന്നാലും ഗ്രാജുവലി ആ പ്രോസസ്സെന്ന് പറയുന്നത് വലിയ കേടുപാടുകളൊന്നും ഇല്ലാത്തൊരു പ്രോസസ്സ് തന്നെയാണ്. വേറെ ചിലർക്കാണെങ്കിൽ വളരെ നല്ല എന്താ പറയണ്ടേ, ഒരു കുരുട്ട് ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ തന്നെ ആ കയ്യിരിപ്പ് കൊണ്ട് തന്നെ അവർക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് പണി കിട്ടാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. വേറെ ചിലരാണെങ്കിൽ ഓക്കെ, നല്ല നല്ല ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോയി സക്സസ്ഫുൾ ആവുന്ന ഒരു വ്യക്തിയും കൂടെ ഉണ്ട്. പിന്നെ തീരുമാനങ്ങൾ, അതാണ് ബേസിക്കലി ഇതിൻ്റെ എല്ലാം ഒരു മെയിനായിട്ടുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നല്ലപോലെ എക്സ്പീരിയൻസ് ഉള്ളവരുടെ കയ്യിൽ നിന്നും ഒക്കെ ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ എന്ത് ചെയ്താലും നമ്മൾ എന്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാലും അതിൻ്റെ ഒരു നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അപ്പം ഗ്രോത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഉയർച്ചയാകാം, തകർച്ചയുമാകാം. അപ്പം തകർച്ച വന്നാൽ അയ്യോ ഞാൻ തകർന്നു പോയി എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയല്ല വേണ്ടത്. ആ തകർച്ചയിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് വേണ്ട രീതിയിലുള്ള ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകണം. പിന്നെ എടുത്തുചാട്ടം ഇവിടെ ഉണ്ട്. അതൊക്കെ അതായത് ഒന്നും നോക്കാൻ ഒരു രണ്ടാമതും തിങ്ക് ചെയ്യാതെ എടുത്തു ചാടുന്ന ചില ആൾക്കാരെയും ഇവിടെ കാണുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പ്രോപ്പറായിട്ട് ഇരുന്ന് ആലോചിച്ച് ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എപ്പോഴും ഗ്രോത്ത് എന്ന് പറയുന്നത് നല്ലതാവണം എന്നില്ല. ഓക്കെ, അത് ചിലപ്പോൾ നമുക്ക് ഇന്നെ നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വേയിൽ എന്തായാലും ഗ്രോത്ത് സംഭവിക്കുകയും ചെയ്യും. അതിന് തടയാതിരിക്കുക എന്നതാണ് ഈ ഒരു റീഡിങ്ങിൽ ഞാൻ കാണുന്നത്. ഓക്കെ, ഇതാർക്കെങ്കിലും റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.